പറഞ്ഞു? ക്ഷീണമൊക്കെ കുറവുണ്ട്. എന്നോട് ഡോക്ടർ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ചെക്ക് ചെയ്യാൻ പറയാതിരിക്കും? ഫുൾ ടൈം വെറുതെ ഇരുന്ന് ജങ്ക് ഫുഡും ചോക്ലേറ്റും കഴിച്ചോണ്ടിരിക്കല്ലേ. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും ഷുഗർ ഇല്ല, പിന്നെ എനിക്ക് എങ്ങനെ ഷുഗർ വരാനാ? ഇത് പൊട്ടത്തി, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇല്ല, ശരിയാണ്. നിന്റെ ഉമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? അത് ശരി. അങ്ങനെയാണെങ്കിൽ നിനക്ക് മോടി വരാനും ചാൻസ് ഉണ്ട്. നിനക്ക് മോദിനെ അറിയോ? മോദിയോ? നമ്മള് നരേന്ദ്രമോദി അല്ലേ? എടി, ആ മോഡിയല്ല, മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. അതായത് 30 വയസ്സിന് താഴെയുള്ള യങ്സിന് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളതാണ് മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. ഇപ്പൊ നിനക്ക് ഡയബറ്റീസ് ആണെന്നല്ല പറയുന്നത്, വരാം വരാതിരിക്കാം. അല്ല, ഈ ഫാമിലി ഹിസ്റ്ററി മാത്രം ഡയബറ്റീസ് വരുന്ന എന്നോട് ആരാ പറഞ്ഞത്? ഫുൾ ടൈം ഇങ്ങനെ അനങ്ങാതിരുന്ന് എക്സസൈസ് ഒന്നും ഇല്ലാതെ ജങ്ക് ഫുഡും കഴിച്ച് ഉറക്കില്ലാണ്ട് നൈറ്റ് ടൈം ഫോൺ യൂസ് ചെയ്ത് കിടക്കണ നമ്മളെ പോലെ സെൻട്രൽ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാർക്കും ഡയബറ്റീസ് വരാം. വന്നോ? ഈ നോക്കിൽ എന്തൊരു തിരക്കായിരുന്നു അറിയോ? മെജോറിറ്റിയും ഡയബറ്റീസ് പേഷ്യൻസ് ആയിരുന്നു. അത് തന്നെയായിരുന്നു ഇവിടുത്തെ ഡിസ്കഷൻ. ആണോ? സാർ അവർക്ക് സജസ്റ്റ് ചെയ്തത് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനാ. പിന്നെ നിങ്ങൾ ഫാറൂളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫാറൂളോ? എന്താ? എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫ്ലെക്സിബിലിറ്റി. എ എന്ന് പറഞ്ഞാൽ എയറോബിക് എക്സസൈസ്. റെസിസ്റ്റൻസ് ട്രെയിനിങ്. അതെ. എന്ന് വെച്ചാ എടോ, നമ്മള് ചെയ്യണ ഈ യോഗയ്ക്ക് ഇതില്ല വിടുക. ആയുർവേദത്തിന്റെ വല്ല മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? അത് ശരി, ആയുർവേദത്തിൽ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ. നല്ല രീതിയിലുള്ള ഡയറ്റ്, പിന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ഇതൊക്കെ ചെയ്താൽ തന്നെ ഈ രോഗം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഡയറ്റിന്റെ കാര്യമാണെങ്കിൽ പല ഹെർബൽ റെമഡീസ് ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ, ചിറ്റമൃത്, നമ്മുടെ നെല്ലിക്ക, മഞ്ഞൾ, ഇതുപോലുള്ള സാധനങ്ങളുള്ള പാനകങ്ങളൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഓയ്, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. ആഹാ, മാധവനാരൻ, ഇതൊക്കെയാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ആയുർവേദത്തിൽ പറയുന്ന പോലെ യോഗ, പ്രാണായാമ, ഇതൊക്കെ ഫോളോ ചെയ്യുന്നതും വളരെ നല്ലതാണ്. എനിക്ക് ഈ ഉറക്കാണ് തീരില്ലാത്തത്. അതെങ്ങനെയാ? രാത്രി ഫുള്ളും ഫോൺ നോക്കി കിടക്കല്ലേ? 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാം. പിന്നെ ഫോണിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണേ. നിനക്കറിയോ, ഡയബറ്റീസിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഈ കൂടുതൽ കാലയുടെ ഡയബറ്റീസ് കണ്ണിനെ, കിഡ്നിനെ, നിന്റെ ശരീരത്തെ നെർവിനെ വരെ എഫക്ട് ചെയ്യാം. അതായത് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, കാർഡിയോമയോപ്പതി, അങ്ങനെ പല കോംപ്ലിക്കേഷനും ഈ ഡയബറ്റീസ് കാരണം വരാം. ഇപ്പൊ നിന്റെ പ്ലാൻ എന്താ? എന്നാ നീ നാളെ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകലേ? അതായിരിക്കും